ബാക്കിയുള്ള കുട്ടികളുടെ മുമ്പിൽ പക്ഷെ നാണം കിട്ടുമോ? എന്റെ പൊന്നു പാറു, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. അമ്മായിക്കല്ലേ വഴക്കിട്ടേ, എനിക്കല്ലേ വഴക്കിട്ടിയേ? അതെ നീ വിട്, പോട്ടെ. എനിക്ക് വിടാൻ പറ്റത്തില്ല. വിട് പാറു, പോട്ടെ. അമ്മായില്ലേ പറയണ. വീട്ടിലോട്ട് ചെല്ലട്ടെ, കാണിച്ചു കൊടുക്കാം. പാറു, വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? ശരി ശരി ശരി. ഇതുവരെ എഴുന്നേറ്റില്ലേ? ഒന്ന് എഴുന്നേറ്റിരുന്നെങ്കിലേ വാരി ഒടുക്കാമായിരുന്നു. അലിയാ, അലിയാ, യേശുഭായി എവിടെ? ഇവിടെ ഇവിടെ നല്ല കലിപ്പിലാണല്ലോ, എന്താണ്? എന്താ ഉറക്കം? അവനെ വിളിക്കണ്ട, അവൻ കിടന്ന് ഉറങ്ങട്ടെ. നിങ്ങൾക്ക് ഉറക്കേ കിടപ്പുണ്ട്. എന്താ പ്രശ്നം? ടീച്ചറിന് നല്ലത് കിട്ടിയിട്ടുണ്ട്. പഠിക്കാണ്ട് പോയിട്ടായിരിക്കും. അല്ല, ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിയുണ്ട്. ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിയനാ? അയ്യേ, ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങിയാ? മോശം 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 മോശം, തീരെ മോശം. ക്ലാസ്സിൽ ഉറങ്ങാനാ പോണേ? അയ്യേ. അളയിനുള്ളത് ഞാൻ പിന്നെ തരാം കേട്ടാ. ആദ്യം ഇതൊന്ന് തീർക്കട്ടെ. അമ്മായി, ഇതൊന്ന് പിടിച്ചേ. ഓ, ആരാ? ഞാനാ. ഫ്രണ്ടീവാ. എന്തിനടി? എന്റെ ഉറക്കം കളഞ്ഞിട്ട് ചേട്ടൻ കിടന്ന് ഉറങ്ങുവാണല്ലേ? നിന്റെ ഉറക്കം കളയാൻ ഞാൻ തരിയത്? ഇന്നലെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഫുട്ബോൾ കളി കണ്ടിട്ട് സൗണ്ട് ഉണ്ടാക്കി എന്റെ ഉറക്കം കളഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാവിലെ എനിക്ക് സ്കൂളിൽ കിടന്ന് ഉറങ്ങേണ്ടി വന്നു. 10 മിനിറ്റ് മുമ്പ് ഞാൻ എണീറ്റത് നന്നായി. അളയിനുള്ളതേ ഞാൻ വെച്ചിട്ടുണ്ട്. അളയിന് ഇനി കിടന്ന് ഉറങ്ങ്, ഞാൻ കാണിച്ചു തരാം. കൊട വേണ്ടേ? വേണ്ട. ഇതാണ് പറയണ, ചുമ്മാ രാത്രി കിടന്ന് ബഹളം വെക്കല്ലെന്ന്. ഫുട്ബോൾ കാണുമ്പോ കുറച്ച് ബഹളമൊക്കെ കാണും, അല്ലേ? പിന്നെ എന്തൊരു ഫുട്ബോൾ അല്ലേ അളിയാ? അളിയാ, മെസ്സി ആദ്യ ഗോൾ അടിച്ചപ്പോ തന്നെ കേറി കിടന്നതാ. പിന്നെ നടന്ന സംഭവം വല്ല അറിഞ്ഞിരുന്നോ? എന്ത് തോക്കാനാ അളിയാ? 3-0 മെസ്സി ഹാട്രിക് അടിച്ച് കളി അങ്ങ് തൂക്കി. അല്ലെങ്കിലും കുഞ്ഞൻ ടീമിന്റെ കൂടെ കളിച്ച് ജയിക്കാൻ നിങ്ങൾ പറഞ്ഞ ഭയങ്കര മിടുക്കരാണല്ലേ. ജർമ്മനി ഒരു കുഞ്ഞൻ ടീമിനെതിരെ 7 ഗോൾ അടിച്ചിരുന്നു. കുത്തിപ്പോണ്ട് വല്ല കേട്ടാ. എടാ, പഴയ ബ്രസീലിനെതിരെ 7 ഗോൾ അടിച്ച കഥ അല്ലേ ഞാൻ പറഞ്ഞേ? കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് പറഞ്ഞില്ലേ? ആ കളിയുടെ കാര്യമാ. അല്ലേലും നിങ്ങൾ ഈ പഴയ കാര്യങ്ങളൊന്നും അങ്ങ് മറക്കുകയല്ലല്ലയോ? ഞാനും കഴിഞ്ഞ ദിവസം കളഞ്ഞ കളിയുടെ കാര്യം പറഞ്ഞു. അളിയാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇപ്രാവശ്യവും മെസ്സി കപ്പ് തൂക്കിയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് ഖത്തറിൽ, ദിസ് ടൈം അമേരിക്ക. അതിനെ ഞങ്ങള് ചാവണം, കൊന്നിട്ടാണേലും ഞങ്ങൾ കപ്പ് തൂക്കും. കാണാം. അളിയാ, ഈ 7 നല്ല നമ്പർ അല്ലയോ? അല്ല, ഞാനേ 7 സുന്ദര രാത്രികളൊക്കെ ആലോചിച്ച് 7നെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. കട്ടൻ ചായ എടുക്കട്ടെ പോലെ? വേണ്ട, ഞാൻ പോയി എടുത്ത് കുടിച്ചോളാം. പോയി എടുത്ത് കുടി. ജോസ് എവിടെ നിന്ന് ഇറക്കിയത്? മെസ്സി 3 ഗോൾ അടിച്ചില്ലേടാ, അതുകൊണ്ട് ഇങ്ങ് ഇറക്കി. കാണുമ്പോ കളി പറഞ്ഞു. അല്ലെങ്കിൽ നിന്റെ കണ്ണിലെല്ലാം മഞ്ഞയല്ലേ കാണുള്ളൂ. കാണിച്ചുതരാം. കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876.
അമ്മമ്മ കഴിക്കാൻ വല്ല എണീറ്റോ? എന്തോന്നിത്? എന്താടാ? എന്താണെന്നാ എന്തിട്ടേക്കണത്? ഇത് സിദ്ധു മേടിച്ചു തന്നാ. ഇന്ന് വൈകുന്നത് വരെ ഇതിട്ടോണ്ട് നടക്കണമെന്ന് പറഞ്ഞു. ഇത് എന്തിനു മേടിച്ചു തന്ന? കനകം എന്തിനാ ഒന്ന് പറഞ്ഞു കൊടുത്തേ? அது வந்து நம்ம மெஸ்ஸி இருக்காருல்ல, அவரு ஹேட்ரிக் அடிச்சாராம், அதனால வாங்கி கொடுத்தான். ഏത് നമ്മ മെസ്സി? നമ്മ മെസ്സി മെസ്സി എന്റെ മാമന്റെ മോനാ. ഈ വീട്ടിലൊന്നും ഇടാൻ പറ്റൂല. അമ്മ ഊരി കളഞ്ഞ കൊണ്ട് അതൊന്നും പറ്റത്തില്ല. സിദ്ധുമോൻ പറഞ്ഞതാ, ഊരത്തില്ല. ചിറ്റുമോൻ പറഞ്ഞെന്നാ ഇതിട്ടാ ശരിയാവൂല. ഈ വീട്ടിൽ ഇടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എല്ലാവരും എടുത്ത് കത്ത് കളഞ്ഞ ഊരാ. പിന്നെ ഊരുന്നില്ല, ഊരില്ല കനകം. இல்ல, എന്തൊരു കഷ്ടം ഇത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ടീമിന്റെ ജേഴ്സി ഇടണം. அது எந்த டீமு? ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായം അതങ്ങോട്ട് ഇട്ടിട്ടെ നെഞ്ചും വിരിച്ചങ്ങോട്ട് നിന്നാലേ ഒരു രാജപ്രൗഢിയാണ്. அவங்களும் ஹேட்ரிக் அடிச்சாங்களா? അടിച്ചിട്ടില്ല, അടിക്കും. കുടിക്കാൻ വല്ല ഇരിക്കണ? டீ இருக்கு, ஜூஸ் இருக்கு, என்ன வேணும்? ജ്യൂസാ? എന്നാ പിന്നെ ജ്യൂസ് ആയിക്കോട്ടെ. കാണുമ്പോ ഇരിഞ്ഞു വരണല്ലേ അത്. മോൻ തിരിഞ്ഞേ. தாடா ஜூஸ். എന്താ ഇത്? ഇത് മെസ്സി ഹാട്രിക് അടിച്ചോണ്ട് സിദ്ധു മേടിച്ചോണ്ട് വന്നത്. നീല കളർ ജ്യൂസാ? അതെ. ഇതെന്താ ഇത്? എന്തിനു കൊച്ചാ ഇതൊക്കെ ഇട്ടേക്കണേ? മെസ്സി എന്തോ അടിച്ചതിന് സിദ്ധോളെ മേടിച്ചു തന്നത്. ഇത് ഞാൻ അനുവദിക്കൂല. നീല കളർ ജ്യൂസ് എടുത്ത് ഞാൻ പള്ള കളഞ്ഞായി. ഇത് എവിടെ? അളിയാ എവിടെ? അളിയാ ഇതിവിടെ നടക്കൂല. അങ്ങനെയാണോ? എന്നാ പിന്നെ വിവാ. ഇതെന്തോന്നത്? ഇതെന്തൊരു കാണിച്ചു വെച്ചേക്കണേ? നൈസിൽ എല്ലാവർക്കും ജ്യൂസും ജേഴ്സിയും മേടിച്ചെടുത്ത് പോക്കറ്റിലാക്കിയില്ലേ? പിന്നെ മെസ്സി ഹാട്രിക് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ആഘോഷിക്കണ്ടേ അമ്മൂമ്മ? പിന്നെ അത് ഈ വീട്ടിൽ വേണ്ട. ഞാൻ സമ്മതിക്കൂല ഇനി. അളിയ ജ്യൂസ് കൂടി, നീല കളറിന്റെ ജ്യൂസ്. ജ്യൂസ് അളിയന്റെ എനിക്ക് വേണ്ട ജ്യൂസ്. ഇവന്റെ സമനില തെറ്റിയെന്നാണ് തോന്നുന്നത്. സമനില ഒറ്റ ബാക്കി വീട്ടിൽ മറന്നു കേട്ടല്ലേ? അതെ അതെ, ഇനി ഈ വീട്ടിൽ ആരും സമനില എന്ന് പറയാൻ പാടുള്ളതല്ല. ഓക്കെ? അറുസേ, നീല കളറിന്റെ ജ്യൂസ് നീ കുച്ചാ ഇല്ല, കുടിക്കട്ടോ. കുടിയടി. ഞങ്ങളുടെ നീല കളറിന്റെ ജ്യൂസ് തുപ്പുന്നോടാ. ഏച്ചി പോയണ്ട. നിന്റെ അളിയനാ? വേൾഡ് കപ്പ് നടക്കുമ്പോ എന്തളിയൻ എന്ത് മച്ചമ്പി. എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം. ഞാനേ ഇന്ന് ഇവിടുത്തെ കിണറ്റില് മഞ്ഞ കളർ ഞാൻ കലക്കും. എങ്ങനെ വെള്ളം കുടിക്കണം എനിക്കൊന്ന് കാണണമല്ലോ. അതെ, നമ്മൾ ഈ ക്ലാപ്പനെ മൈൻഡ് ചെയ്യണ്ട.